തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത് കെ സുധാകരന് കെപിസിസിയുടെ അധ്യക്ഷ സ്ഥാനം തിരികെ ലഭിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ആശയക്കുഴപ്പങ്ങളോ നിലനിൽക്കുന്നുണ്ടോ എന്നതാണ്. ആശയക്കുഴപ്പമുണ്ട് എന്നതാണ് ഇതിന്റെ വസ്തുത. കാരണം താൽക്കാലികമാണ് കെപിസിസി അധ്യക്ഷനായിരുന്ന സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അധ്യക്ഷ സ്ഥാനം താൽക്കാലികമായി എം ഹസ്സന് കൈമാറി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഇന്നലെ അവലോകന യോഗം ചേർന്നതിന് ശേഷവും അധ്യക്ഷ സ്ഥാനം തിരികെ നൽകുന്നത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടായിട്ടില്ല. ഇതിനുവേണ്ടി വീണ്ടും യോഗം ചേരാനാണ് തീരുമാനം. ഇന്നലെ ഈ വിഷയം പരിഗണനയ്ക്ക് വന്നപ്പോൾ കെ.സി. വേണുഗോപാലാണ് തൽക്കാലം ഈ തീരുമാനത്തിൽ ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വന്നത്. അങ്ങനെയെങ്കിൽ സുധാകരൻ അധ്യക്ഷനായി തുടരുന്നതിൽ ആശയക്കുഴപ്പമുണ്ടാവുന്നത് നേതൃതലത്തിലാണോ? നേതാക്കൾക്കിടയിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? അതേസമയം സുധാകരന് അനുകൂലികളും ഇതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ശക്തിപ്പെടുത്തുകയാണ്. ഇതിന് വലിയ രാഷ്ട്രീയമുണ്ട്. സ്വാഭാവികമായും സംസ്ഥാന രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കുന്ന ഒരു നീക്കം കൂടിയായി അത് മാറുകയാണ്. കാരണം സുധാകരൻ കെപിസിസിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം തുടർച്ചയായി നടത്തിയ ചില പ്രസ്താവനകൾ, അതുണ്ടാക്കുന്ന വിവാദങ്ങൾ, ഇങ്ങനെ പലതരത്തിലും പാർട്ടിയെയും സംഘടനയും നയിക്കുന്നതിൽ സുധാകരന് ചില പിഴവുകൾ പറ്റുന്നു എന്ന വിലയിരുത്തൽ പലർക്കുമുണ്ട്. പക്ഷേ കാര്യമായ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് അത് പോയിട്ടില്ല എന്നതാണ് സാഹചര്യം. എന്താണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നും ചേർന്നു. ഡാൻ, രണ്ട് കാരണങ്ങൾ. ഒന്ന്, സുധാകരനെ തിരികെ കൊണ്ടുവരുന്നതിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഒരു ആശയക്കുഴപ്പമോ അഭിപ്രായ വ്യത്യാസവുമാണോ? അതല്ല, ഒരു സ്വാഭാവിക നടപടി എന്ന രീതിയിൽ അത് നീണ്ടുപോകുന്നതാണോ? രണ്ടാമത്തെ കാര്യം, ഈ എം ഹസ്സനെ പിണക്കാനുള്ള മടി കൊണ്ടാണോ, മറിച്ച് സുധാകരന് ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണോ ഈ തീരുമാനം വൈകുന്നതിന് കാരണം? എങ്ങനെയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം? സജിത്ത്, കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക്, തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയത് സ്വാഭാവികമായി ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി എം ഹസ്സനിൽ നിന്ന് ആ ചുമതല വീണ്ടും ഏറ്റെടുക്കുന്നു. ഈ ആഗ്രഹത്തോടെയായിരുന്നു, ഈ ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു. പക്ഷേ ഇന്നലെ വിശാലമായ നേതൃയോഗം ചേർന്നു. തെരഞ്ഞെടുപ്പിന്റെ അവലോകനം കഴിഞ്ഞു. വലിയ ഭൂരിപക്ഷത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും വിജയമുണ്ടാകുമെന്ന വിജയപ്രതീക്ഷ സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ DCC അധ്യക്ഷന്മാരും തെരഞ്ഞെടുപ്പ് ചുമതലയിൽ ഉണ്ടായിരുന്നവരൊക്കെ പങ്കുവച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് കെ സുധാകരന് KPCC അധ്യക്ഷ സ്ഥാനം വീണ്ടും ആ ചുമതല പൂർവ്വസ്ഥിതിയിലേതുപോലെ കൈമാറുന്നതിൽ ഉള്ള നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഇന്നലെ ഉണ്ടായില്ല. അത് വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമായി അദ്ദേഹത്തിനോടൊപ്പമുള്ളവർക്ക് തോന്നിയതിന് കാര്യവും അതുതന്നെയാണ് അതിലെ അസ്വാഭാവികത. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കെ സുധാകരനെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രം തിരികെ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചാൽ മതി എന്ന തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ മുതിർന്ന ചില നേതാക്കളുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകളുണ്ട്. സ്വാഭാവികമായി അങ്ങനെ ഒരു പ്രസ്താവന നടത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ അദ്ദേഹത്തിന് വീണ്ടും ആ ക്ലെയിം ഉന്നയിക്കുന്നതിൽ തടസ്സം നേരിടുന്ന സാഹചര്യം ഉണ്ടാകും. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കാം. അതല്ല എങ്കിൽ ഹൈക്കമാൻഡാണ് അദ്ദേഹത്തെ ഈ ചുമതല താൽക്കാലികമായി, അദ്ദേഹം കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി പോകുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുതിർന്ന നേതാവ് കൂടിയായ എം ഹസ്സന്, UDF കൺവീനർ കൂടിയായ എം ഹസ്സന് താൽക്കാലിക ചുമതല കൈമാറിയത്. അദ്ദേഹം ആക്ടിംഗ് പ്രസിഡന്റായി കഴിഞ്ഞ 40-ലേറെ ദിവസമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായി ഹൈക്കമാൻഡ് തന്നെയാണ് അക്കാര്യത്തിൽ ഈ ചുമതല തിരികെ കൈമാറുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ നൽകുന്ന വിശദീകരണം. ഏതായാലും 7-ാം തീയതി ഡൽഹിയിൽ യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ധാരണയുണ്ടാകും. അവിടെ നിന്ന് രേഖാമൂലം തന്നെ ചുമതല കൈമാറിക്കൊണ്ടുള്ള കത്ത് പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് സുധാകരൻ ക്യാമ്പുള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതിൽ അനിശ്ചിതത്വം നേരിട്ടാൽ സുധാകരന് തിരികെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരുന്നതിൽ ബോധപൂർവമായ ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കുകയാണ് എന്ന വിലയിരുത്തലിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സജിത്ത്, ഡാൻ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ സുധാകരൻ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ, അദ്ദേഹത്തിന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു പ്രതിസന്ധിയായിരുന്നു. ചിലർക്കെങ്കിലും അതിൽ അതൃപ്തിയുണ്ട്, അത് പരസ്യമായില്ല എന്നതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും സുധാകരന് ചുമതല കൈമാറി. അപ്പോൾ ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പുതിയൊരാൾ നേതൃത്വത്തിലേക്ക് വരട്ടെ, അത്തരം നീക്കങ്ങൾ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടോ? അതിന് സാധ്യതയുണ്ടോ?
സജിത്ത്, ഇതിൽ പ്രധാനമായി നേതാക്കൾക്കിടയിൽ ഉണ്ടായ ഒരു ആശയക്കുഴപ്പത്തിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കെ സുധാകരന്റെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു നേതാവ് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത് വലിയ തരത്തിൽ ചർച്ചയാകുകയും ചെയ്തു. അതിനെതിരെ കണ്ണൂരിൽ നിന്ന് തന്നെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ സുധാകരനോടൊപ്പം നിന്ന് കണ്ണൂരിലെ കെ സുധാകരനല്ല മത്സരിക്കുന്നതെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കം വരെ സുധാകരനോടൊപ്പം ഉണ്ടായിരുന്ന ഈ വിശ്വസ്തൻ നടത്തി എന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ വലിയ തരത്തിൽ സണ്ണിക്കുട്ടി എബ്രഹാം നമുക്കൊപ്പമുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഈ സുധാകരന് സ്വാഭാവികമായും തിരികെ കിട്ടേണ്ടതാണ് ഈ അധ്യക്ഷ സ്ഥാനം. കാരണം ഒരു താൽക്കാലിക ചുമതല കൈമാറ്റമാണ് നടന്നത്. അത് വൈകുന്നതിന് ഒരു ബോധപൂർവമായ വൈകൽ സംഭവിക്കുന്നുണ്ടോ, അതോ ഒരു കൂടിയാലോചനകൾ ഇനിയും നടക്കേണ്ടത് കൊണ്ട് വൈകി പോകുന്നതാണോ? സണ്ണിക്കുട്ടി എബ്രഹാമിലേക്ക് നമുക്ക് തിരികെ എത്താം. എന്തായാലും കോൺഗ്രസിലെ ഈ തർക്കം അത് സ്വാഭാവികമുണ്ടായ ഒരു ആശയക്കുഴപ്പമാണോ, അതല്ല നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്നതാണ്, അതിന് മുന്നിൽ മറ്റ് സാധ്യതകളുണ്ടോ എന്നതും കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. ഡാൻ, നമ്മൾ പറഞ്ഞു വന്നത് ഈ അധ്യക്ഷ സ്ഥാനം വൈകുന്നതിൽ ചില നേതാക്കളുടെ നീക്കം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നതാണ്. ഇന്നലെ ഈ യോഗത്തിൽ ഇത് പരിഗണിച്ചപ്പോൾ KC വേണുഗോപാലാണത്രേ ഇടപെട്ട് ഇത് നീട്ടിവെക്കാം എന്നൊരു നിർദ്ദേശം നൽകിയത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് പെട്ടെന്ന് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണ്ട എന്നൊരു നിലപാടുണ്ടോ? യെസ്